നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. IB ഉദ്യോഗസ്ഥയായ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഏറ്റവും നിർണായകമായ തെളിവുകൾ ചിലത് പുറത്തു വന്നിരുന്നു. എനിക്കേറെ പ്രിയപ്പെട്ട ഞാൻ ജീവന തുല്യം സ്നേഹിച്ച അച്ഛനും അമ്മയും ഒക്കെ എതിർത്തിട്ടും എന്നെ ഒപ്പം നിന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രണയമാണ് എനിക്ക് നഷ്ടമായത്. അതിന് ഞാനല്ല ഉത്തരവാദി, ആ പെൺകുട്ടിയുടെ തന്നെ വീട്ടുകാരായിരിക്കണം ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ നടത്തിയ നീക്കങ്ങളൊക്കെ തന്നെ സുഗാന്തിന്റെ വെറും പൊള്ളയായ നാടകമാണ് എന്ന് തെളിയിക്കാൻ ഇതിലുമുപരി മറ്റ് തെളിവുകൾ ഇനി പുറത്തു വരേണ്ടതില്ല. ഗർഭചിത്രമടക്കം ചില നിർണായക രേഖകളൊക്കെ തന്നെ വിവാഹം കഴിച്ചതിന്റെ രേഖകൾ അടക്കമുള്ളവ വ്യാജമായി ചമച്ചതാണെന്നെല്ലാം വ്യക്തമാവുകയാണ്. മാത്രമല്ല, ഇപ്പോഴിതാ സുഗാന്തിന് 2 മുട്ടൻ പണി കൂടി കിട്ടിയിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ 2 വകുപ്പുകൾ കൂടി ചുമത്തിയിരിക്കുകയാണ്. സുഗാന്തിന് ഇനി പിടിയിലായി കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്ന കാര്യം കുറച്ച് കടുക്കും. സുഗാന്തിനെതിരെ 2 വകുപ്പുകൾ കൂടിയാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നു. ഇപ്പോഴിതാ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ഒപ്പം അതുപോലെ തന്നെ പണം തട്ടിയെടുത്തു എന്നീ വകുപ്പുകൾ കൂടി സുഗാന്തിനെതിരെ ചുമത്തിയിരിക്കുകയാണ്. സഹപ്രവർത്തകരെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ചോദ്യം ചെയ്യും. മാത്രമല്ല, ഇതിൽ നിർണായകമാകുന്നത് മൂന്നാമതൊരാളാണ്. ആ മൂന്നാമത്തെ യുവതി ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതറിയാനായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഗർഭചിത്രം അടക്കം നടത്തിയ സ്വകാര്യ ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായി തിരിച്ചിട്ടുണ്ട് ഈ പോലീസ് സംഘം. എന്നാൽ മാത്രമേ ആ യുവതിയെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യുവതിക്ക് ഇവരുടെ ബന്ധത്തിൽ നിർണായക പങ്കുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ആരും വിചാരിക്കാത്ത, ആരാരും പ്രവചിക്കാതെന്നും അപ്പുറം കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസവും അച്ഛൻ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു, ഈ പെൺകുട്ടിയുടെ പിതാവ്. എന്തായാലും തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിന്, അതായത് സുഗാന്തിനെതിരെ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. യുവതിയെ ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയതാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇവർ വിവാഹിതരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗർഭചിത്രം അടക്കം നടത്തിയിരിക്കുന്നത്. ഇതിനായി വ്യാജ വിവാഹ ക്ഷണക്കത്ത് ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയത്. ഇതിന്റെ തെളിവുകളും രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മകൾ എല്ലാ തരത്തിലും ചൂഷണത്തിന് ഇരയായി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് എന്ന് ഈ അച്ഛനും പറയുകയാണ്. ഇതെല്ലാം കൃത്യമായി പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നീതിക്കായി ഏതറ്റം വരെയും പോരാടുമെന്നും അച്ഛൻ പറയുന്നു. എല്ലാവിധത്തിലും അവളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. അവന് താല്പര്യമില്ല, ഒഴിവാക്കണം എന്ന രീതിയിലാണ് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചത്. അവളെ നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി എന്നുള്ള രീതിയിലാണ് മെസ്സേജ്. പക്ഷേ അതിനുശേഷവും സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ട്. അവൾ തമ്മിൽ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം തെളിവുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും IB ഉദ്യോഗസ്ഥയുടെ അച്ഛൻ പറയുകയാണ്. പക്ഷെ ഇവിടെ ഈ പിതാവും, അതായത് ഈ IB ഉദ്യോഗസ്ഥയുടെ കുടുംബവും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ കുടുംബം പറഞ്ഞതാണ്, ഈ ഇങ്ങനെ ഒരു മലപ്പുറംകാരനുണ്ട്, അല്ലെങ്കിൽ സുഗാന്ത് എന്ന വ്യക്തിയുമായി മകൾ ആലോചന ഒന്നും നടത്തിയിട്ടില്ല. എന്നാൽ പിന്നീട് പറഞ്ഞത് അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു, ഇപ്പോൾ തൽക്കാലം വേണ്ട, എന്നാൽ പിന്നീട് മതി എന്ന് പറയുകയായിരുന്നു. എന്നാൽ പിന്നീട് പറഞ്ഞത് ഈ പ്രണയബന്ധത്തിൽ നിന്നും അവൻ അകന്നു പോകുകയായിരുന്നു. അങ്ങനെയാണ് പിന്നീട് വിവാഹബന്ധം വേണ്ട എന്ന് അവർ വെക്കുകയായിരുന്നു എന്ന് കുടുംബം പറയുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യം പറയുന്നത്, ഈ ഒരു സുഗാന്തുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരവും ഇവർക്ക് അറിയില്ല. മലപ്പുറത്താണ് വീടെന്നറിയാം, പക്ഷെ സുഗാന്തിന്റെ അച്ഛനെയും അമ്മയും അറിയില്ല, സുഗാന്തിന്റെ ചിത്രം അറിയില്ല, സുഗാന്തിനെ കണ്ടിട്ടില്ല എന്ന തരത്തിലുള്ള വാർത്തകളും പറഞ്ഞു. പക്ഷെ സുഗാന്തിനെ കണ്ടിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഈ സുഗാന്തിന്റെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നത്? അത്തരത്തിൽ അടുപ്പം എങ്ങനെ അവർക്ക് ഉണ്ടായി എന്ന തരത്തിലുള്ള ചോദ്യവും ഒക്കെ തന്നെ ഉയരുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ അച്ഛൻ ഭയന്നിട്ട് ഏതായാലും അച്ഛൻ കളവ് പറയുകയാണെന്ന് തോന്നുന്നില്ല. കാരണം തന്റെ മകളുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സുപ്രധാന ചില രഹസ്യങ്ങൾ പോലും മാധ്യമങ്ങൾ മുന്നിൽ പറഞ്ഞത് അച്ഛനാണ്. അതുവഴി മാത്രമാണ് നമ്മൾ എല്ലാവരും അത് അറിഞ്ഞതും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അച്ഛനെതിരെയും ചില ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വാർത്ത നിരീക്ഷിക്കുന്ന പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം അച്ഛൻ നടത്തിയ ചില നിർണായക വിവരങ്ങളുണ്ട്. എവിടം വരെ വേണമെങ്കിലും പോകും, ഇനിയിപ്പോൾ അവളുടെ കല്യാണം നടത്തേണ്ടല്ലോ, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും, അതിനുവേണ്ടി ഉണ്ടാക്കിയതൊക്കെ തന്നെ കയ്യിലുണ്ട്, ഇതൊക്കെ ചെലവാക്കിയായാലും നീതിക്ക് വേണ്ടി പോരാടും, അവളുടെ ആത്മാവിന് സമാധാനം കിട്ടുമെങ്കിൽ അതുവരെ നമ്മൾ ചെലവാക്കും, അത് കാത്തു സൂക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നാണ് അച്ഛന്റെ വാക്കുകൾ പറയുന്നത്. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ആരോപണ വിധേയനായ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയായിരുന്നു. യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ സുഗാന്ത് വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്ന വിവരമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വിവാഹിതരാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് തയ്യാറാക്കിയത്. വ്യാജ ക്ഷണക്കത്ത് ഉൾപ്പെടെ ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്ന് ലഭിച്ചതായി പോലീസ് വെളിപ്പെടുത്തി. തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയെ സുഹൃത്ത് സുഗാന്ത് ഗർഭചിത്രത്തിനായി
ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയതും തന്നെയാണ് കഴിഞ്ഞ ദിവസവും പുറത്തുവന്നത്. ചികിത്സാ രേഖകൾ യുവതിയുടെ വീട്ടുകാർ കണ്ടെത്തുകയും ചെയ്തു. മറ്റ് വിവരങ്ങൾ പോലീസും കണ്ടെത്തി. വിശദ അന്വേഷണത്തിലേക്ക് കടന്നതോടുകൂടിയാണ് ഗർഭചിത്രത്തിന് പിന്നിൽ മറ്റൊരു യുവതിയുടെ കൂടി ഇടപെടൽ കൂട്ട് ഉണ്ടെന്ന് പറയുന്നത്. ആരാണ് അവർ എന്നതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. 2024 ജൂലൈയിലാണ് യുവതി തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രത്തിന് ചികിത്സ തേടിയത്. ആദ്യം ആശുപത്രിയിലെത്തിയപ്പോൾ സുഗാന്തും യുവതിയും ഒരുമിച്ചാണ് വന്നത്. ദമ്പതികൾ എന്നാണ് ആശുപത്രിയിലടക്കം പരിചയപ്പെടുത്തിയത്. വിശ്വസിപ്പിക്കാൻ വിവാഹരേഖകളും വിവാഹ ക്ഷണക്കത്തുമെല്ലാം വ്യാജമായി തയ്യാറാക്കി ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് 2 തവണ ആശുപത്രിയിലെത്തിയപ്പോഴും സുഗാന്ത് വന്നില്ല. പകരം സുഗാന്തിന്റെ സുഹൃത്തായ മറ്റൊരു യുവതിയെയാണ് IB ഉദ്യോഗസ്ഥയ്ക്കൊപ്പം ആശുപത്രിയിലേക്ക് അയച്ചത്. ഈ യുവതിക്ക് ആശുപത്രിയിലും നല്ല പരിചയമുണ്ടായിരുന്നു. ഈ പരിചയവും സ്വാധീനവുമാണ് ഗർഭചിത്രത്തിന് സഹായിച്ചത് എന്നാണ് കരുതുന്നത്. പക്ഷേ ആരാണ് ഈ യുവതി എന്ന് ഇപ്പോഴും വ്യക്തതയില്ല. IB ഉദ്യോഗസ്ഥരുടെ സുഹൃത്ത് അല്ല എന്നാണ് വീട്ടുകാർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ആശുപത്രി അധികൃതരോട് വിശദമായി ചോദ്യം ചെയ്ത് ഇതാരാണ് എന്ന് കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. ഇപ്പോൾ ആ യുവതിയും ഈ സുഗാന്തിനോടൊപ്പം ഒളിവിലാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഗർഭചിത്രത്തിന് പിന്നാലെ പ്രണയബന്ധത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറുകയും ചെയ്തു. വിവാഹത്തിന് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന സന്ദേശം പെൺകുട്ടിയുടെ അമ്മയ്ക്ക് സുഗാന്ത് അയക്കുകയും ചെയ്തു. ഇതോടെ കാര്യം കഴിഞ്ഞപ്പോൾ സുഗാന്ത് കൈയൊഴിയുകയായിരുന്നുവെന്ന് വ്യക്തമായി. ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സുഗാന്ത് വിശദീകരിച്ചതെല്ലാം കളവാണ് എന്ന സൂചനകൾ തന്നെയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യത്തിന്റെ എതിർക്കാനായി പോലീസ് കോടതിയിൽ ബോധിപ്പിക്കും. ഇരുവരും വിവാഹിതരാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് വ്യാജമായി തയ്യാറാക്കിയത്. വ്യാജ കല്യാണ ക്ഷണക്കത്ത് ഉൾപ്പെടെ കണ്ടെത്തി. മാത്രമല്ല ബലാത്സംഗം ചെയ്തു എന്നടക്കമുള്ള കുറ്റവും ചേർത്തിട്ടുണ്ട്. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോക്കൽ വകുപ്പുകളൊക്കെ തന്നെ ചുമത്തിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥനായ സുഗാന്ത് ഇപ്പോൾ നിലവിൽ ഒളിവിലാണ്. 3.25 ലക്ഷത്തോളം രൂപയാണ് IB ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പലതവണയായി മാറ്റിയത്. ഇതേ ചൊല്ലി ഇരുവരും തർക്കമായിരുന്നു. ഇതിൽ മനം നൊന്താണ് IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയതിന് കാരണമെന്നാണ് പോലീസിന് വ്യക്തമാകുന്നത്. IB ഉദ്യോഗസ്ഥരുടെ ബാഗിൽ നിന്നാണ് വ്യാജമായി സുഗാന്ത് തയ്യാറാക്കിയ വിവാഹ ക്ഷണക്കത്തടക്കം ലഭിച്ചത്. IB ഉദ്യോഗസ്ഥർ ട്രെയിൻ തട്ടി മരിച്ചതിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയായിരുന്നു സുഗാന്ത് ജാമ്യ ഹർജി നൽകിയത്. തങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തെന്നും ഹർജിയിലുണ്ട്. വീട്ടുകാരുടെ നിലപാടിൽ യുവതി നിരാശയായിരുന്നുവെന്നാണ് സുഗാന്ത് പറയുന്നത്. ബന്ധം തുടരാൻ തീരുമാനിച്ച് തങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങി. യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന്റെ കാരണം മാതാപിതാക്കളുടെ സമ്മർദ്ദവും വിഷമവുമാണ് എന്നും സുഗാന്ത് ആരോപിച്ചു. വീട്ടുകാർ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജോത്സ്യനുമായി അഭിപ്രായം തേടിയ യുവതിയുടെ വീട്ടുകാർ സുഗാന്തുമായുള്ള ബന്ധം തുടർന്ന് തന്നെ രൂക്ഷമായി എതിർത്തുവെന്നും പറയുന്നു. ഇനി അറിയേണ്ടത് ഇതെല്ലാം തന്നെ കേട്ട കാര്യങ്ങളും ഒക്കെയാണ്. ഇനി അറിയേണ്ടത് സുഗാന്ത് എവിടെ? ഇത്രയും ദിവസം പിന്നിടുമ്പോഴും എന്തുകൊണ്ട് 2 ആഴ്ച പിന്നിടുകയാണ്? ഇത്രയും ദിവസം പിന്നിടുമ്പോഴും എന്തുകൊണ്ട് സുഗാന്തിനെ പിടിക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ല? പ്രധാനമായ ചോദ്യം വരുന്നു.